ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നടന്ന റിഫോംസ് പാർട്ടിയുടെ റാലി. ഇപ്പം പല മലയാളികളും സുഹൃത്തുക്കളുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവര്, അവിടെ ബിസിനസ് ചെയ്യുന്നവര്, അവരുടെ ബന്ധുക്കളായിട്ടുള്ള ഇന്ത്യയിലുള്ളവര്, അവിടെ പോയിട്ടുള്ളവരുടെ റിലേറ്റീവ്സ്, അങ്ങനെ പലരുമുണ്ട്. അപ്പം അവരുടെയൊക്കെ മെസ്സേജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ പരിഭ്രാന്തരായിട്ട് കറങ്ങുകയാണ്. അപ്പം ഇവരുടെയൊക്കെ ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത്, അതായത് പല ആൾക്കാരുടെയും, കാരണം ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന മുസ്ലിംസിനെതിരെയാണ്. തെറ്റായത്. ബേസിക്കലി ഈ പറയുന്ന നമ്മൾ നോക്കുക, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവിടെ ഉള്ളത്. അതായത് പ്രധാനപ്പെട്ട ഒന്ന് ലേബർ പാർട്ടി, ഇപ്പുറത്ത് കൺസർവേറ്റീവ് പാർട്ടി. എഗ്രീഡ്. അപ്പം ലേബർ പാർട്ടിക്കകത്ത് ലിബറലൈസ്ഡും അങ്ങനെയുള്ള തോട്ട്സ് ഉള്ള ആൾക്കാരാണ് കൂടുതലും. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇപ്പോഴവിടെ ഭരിക്കുന്ന കീറ്റ് സ്റ്റാമറുടെ പാർട്ടിക്കുള്ളത്. ലണ്ടൻ മേയർ ബംഗ്ലാദേശ് ഒറിജിനാണ്. അപ്പം എല്ലാവരുടെയും ധാരണ ഈ പറയുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കകത്ത് ഇഷ്ടംപോലെ ഇന്ത്യക്കാരില്ലയോ. ഋഷി സുനക്ക് ഇന്ത്യൻ ഒറിജിനല്ലേ, അദ്ദേഹമല്ല അതിൻ്റെ പ്രധാനമന്ത്രി. പ്രധാനപ്പെട്ട നേതാക്കൾ, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ഇന്ത്യൻ ഒറിജിനല്ലായിരുന്നു ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്കൂടെ ഒരു ഫാർ റൈറ്റ് വലതുപക്ഷ തീവ്ര പൊളിറ്റിക്കൽ പാർട്ടി ഫോർമേഷൻ മാത്രമല്ല, അതിൻ്റെ ചരിത്രപരമായിട്ട് ഇംഗ്ലണ്ടിൽ നടന്ന ഏറ്റവും വലിയ ഫാർ റൈറ്റ്, ഏറ്റവും വലിയ റാലി എന്നുള്ളതല്ല പറയാം, ഏറ്റവും വലിയ വലതുപക്ഷ തീവ്രവാദികളുടെ റാലിയാണ് ലണ്ടനിൽ നടന്നത്, സെൻട്രൽ ലണ്ടനിൽ. അപ്പൊ അവിടുത്തെ പത്രങ്ങൾ ആദ്യം അത് ഡൗൺ പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഗാർഡിയൻ പറഞ്ഞു 1,00,000 പേരേ ഉള്ളൂ, ടെലഗ്രാഫ് പറഞ്ഞു ഏകദേശം 1.25 ലക്ഷം പേരേ ഉള്ളൂ. പക്ഷെ UK പോലീസ് പറഞ്ഞു 1.5 ലക്ഷത്തിന് മുകളിലുണ്ട്. അതായത് ടോമി റോബിൻസൺ, അതായത് ഫാർ റൈറ്റിൻ്റെ ജയിലിൽ കിടന്ന അയാളെ പല കേസുകളിൽ കാരണം കടുത്ത വലതുപക്ഷ തീവ്രവാദിയാണ് അയാൾ. ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പം അയാൾ പറഞ്ഞു ഏകദേശം 1 മില്യനും 2 മില്യനും ഇടയ്ക്ക് ആൾക്കാർ റാലിയിൽ പങ്കെടുത്തു. ഒരു കാര്യം പറയാം, ഹ്യൂജ് റാലിയായിരുന്നു. ഞാൻ ഇതേപോലെ ഒരു റാലി UK കണ്ടിട്ടില്ല. കാരണം ഈ ടെലിവിഷൻ ഫുട്ടേജും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതേപോലൊരു റാലി ഞാൻ അടുത്തെങ്ങും UK കണ്ടിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റ്, ഈ റൈറ്റ് വിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഫാർ റൈറ്റ് മൂവ്മെന്റ് തുടങ്ങുന്നത് ഈ മുസ്ലിംസിനെതിരെയാണ്. കാരണം അവിടെ തീവ്രവാദം നടക്കുന്നു, അവിടെ വരുന്നു, അവരുടെ പ്രശ്നമുണ്ടാക്കുന്നു, അവരുടെ കൾച്ചറെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ. നിങ്ങൾക്കറിയാം, സെൻട്രൽ യൂറോപ്പിൽ നിന്നും അതേപോലെ അസർബൈജാൻ ഈ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഇസ്ലാമിക് അറബ് രാജ്യങ്ങളിൽ അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. അത് സത്യമാണ്. ആദ്യം ഫോക്കസ് ചെയ്ത് അതായിരുന്നു, കാരണം തുടക്കകാലത്ത്. പിന്നീടാണ് ഈ ഫാർ റൈറ്റ് മൂവ്മെന്റ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഇസ്ലാമിനെതിരെ അല്ല. രണ്ടാമത്തെ പോയിന്റ്, അത് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഇന്ത്യക്കാർക്കെതിരെയാണ്. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പല രാജ്യങ്ങളിലും പോയിട്ട് ഡയസ്പോറ ഇന്ത്യൻ മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം. അതൊക്കെ എനിക്കും ഐ എം പ്രൗഡ് ടു ബി ഇന്ത്യൻ, പക്ഷെ വലിയ സംഭവമായിരുന്നു. ഇതൊക്കെ അതിന് കാരണമായി. ചാർലി കിർക്ക്, അദ്ദേഹത്തിൻ്റെ മരണം, കൊലപാതകം, ഇതിന് ഭയങ്കരമായിട്ട് മുൻതൂക്കമുണ്ട്. സിമ്പിളായിട്ട് സംഘപരിവാറുകാരും മനസ്സിലാക്കേണ്ട സാധനമുണ്ട്, ബേസിക്. അതായത് RSSന്റെ അജണ്ട എന്തോ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക. ഗ്രേറ്റ്. ഇവരുടെ സംഭവം എന്ന് പറഞ്ഞത് സെക്യുലർ ക്രെഡൻഷ്യൽ പൂർണ്ണമായിട്ടും മാറ്റുക. ഈ ഫാർ റൈറ്റിന്റെ റാലിക്കകത്ത് മുഴുവനും പാടിയത് ക്രിസ്ത്യൻ വർഷിപ്പ് സോങ്ങുകളാണ്. ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ
ബ്രിട്ടൻ ബിക്കം സ്ട്രോങ്, അങ്ങനൊന്നും അല്ല. ക്രിസ്ത്യൻ വർഷിപ്പ് സോങ്ങുകളാണ് അവർ പാടിയത്. മനസ്സിലായ കാര്യം? നിങ്ങൾ ചെയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ അവനതുണ്ട്. അവനെ കൊണ്ടത് പറയിപ്പിക്കരുത്. ഇപ്പം ഇതിന് കാരണം എന്താ? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ജനങ്ങള് രണ്ടും കൽപ്പിച്ച് വീടും കൂടും ഒക്കെ വിറ്റ് കുടിയേറാൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ രാജ്യത്ത് അത് പറ്റത്തില്ല. ഇതാണ് സംഭവം. എന്താണോ ന്യൂസിലാൻഡിലുണ്ടായത്? അതൊരു ക്രിസ്ത്യൻ ചർച്ച് ഡിനോമിനേഷനാണ് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിലില്ലാത്ത സംഭവം ഉണ്ടായി. ഇന്ത്യക്കാർക്കെതിരെ, അവിടെ മുസ്ലിങ്ങൾക്കെതിരെ അല്ല. കാരണം അവിടെ മുസ്ലിം വളരെ ന്യൂനപക്ഷേ ഉള്ളൂ. പക്ഷെ വളരെ കാലത്തിന് മുമ്പ് കുടിയേറിയ ഇന്ത്യക്കാർക്കെതിരെയാണ് അവിടെ പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്തത്. ഓസ്ട്രേലിയ ഇന്ത്യക്കാർക്കെതിരെ. ഇനി ഫ്രാൻസിലെ ലീപ്പൻ വരാമ്പോൾ ഏതായാലും ഇമാനുവൽ മാക്രോണിന്റെ സമയം തീർന്നു. അവർ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇന്ത്യക്കാർക്കെതിരെ പ്രക്ഷോഭണം ഉണ്ടാകും. കാരണം എന്ത്? ഞാൻ ഒരു കാര്യം പറയാം. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ജോലി പോകത്തില്ല. കാരണം അവർ എഡ്യൂക്കേറ്റഡ് അല്ല, ഒന്നാമത്തെ കാര്യം. കാരണം എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ ജോലി അവരെ റീപ്ലേസ് ചെയ്ത് അവിടെ ജോലി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരെ എഡ്യൂക്കേറ്റഡാ, അവർക്കത് ഈസി ആയിട്ട് അതിനേക്കാളും വേതനം കുറച്ച് അവരെ റീപ്ലേസ് ചെയ്യുക. ഇതിന്റെ പ്രധാന ഭാഗം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? അവരുടെ ജോലി പോകുന്നു, അവരുടെ അവകാശങ്ങൾ പോകുന്നു. ഇന്ത്യക്കാര് അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം ഗണേശോത്സവം അവിടെ നടന്നു, നിങ്ങൾ കണ്ടോ? പല വീഡിയോയിൽ അയർലൻഡിലും അവിടെ നിന്നൊക്കെ വരുന്ന വീഡിയോ. അതുമായിട്ട് പോയിട്ട് അവിടെ മുക്കാൻ പോകുന്നു, ബഹളം ഉണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, വലിയ മൈക്ക് വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു, ഓണത്തിന്റെ വലിയ സംഭവം ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളിത് കാണിക്കുമ്പോൾ അവർ നിശബ്ദമായിട്ടാ എന്റർടൈൻ ചെയ്യുവാന്ന്? അല്ല, അത് എന്റർടൈൻ ചെയ്യുവല്ല. അവർക്കറിയാം നിങ്ങൾ അവിടെ പോയി അവരുടെ ജോലി എടുത്തു മാറ്റി, നിങ്ങളവിടെ പോയി അവരുടെ കൾച്ചറിനെ പ്രശ്നമുണ്ടാക്കുന്നു, നിങ്ങളവിടെ പോയി നിങ്ങൾ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരെ കൾച്ചറുമായിട്ട് യോജിച്ചു പോകുന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം നിങ്ങൾ ഇന്ത്യ ചെയ്യുന്ന പോലെ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വേറെ രാജ്യങ്ങളാണ്, അത് വേറെ കൾച്ചറാണ്. അതൊരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. അവിടെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചടിച്ചു. ഇതാണ് സംഭവം. നിങ്ങളിവിടെ ജയ് ശ്രീറാം വിളിക്കുമ്പോൾ അവനവിടെ ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെ സിറ്റിസണായിട്ട് പോയിരിക്കുന്ന ഈ സംഘപരിവാറിന്റെ RSSകാർക്ക് ഇഷ്ടംപോലെ ഹിന്ദുക്കളുണ്ട് അവിടെ. UK അമേരിക്കയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോലും ക്വസ്റ്റ്യൻ മാർക്കിലാവും. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെ ഞങ്ങൾക്ക് സിറ്റിസൺ? മനസ്സിലാക്കുക, റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി വല്ലതും അധികാരത്തിൽ വരുവാണെങ്കിൽ അവർ പറയും കഴിഞ്ഞ 15-20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് സിറ്റിസൺ ആയവരുടെ സംഭവങ്ങൾ റിവ്യൂ ചെയ്യാൻ പറയും. സിമ്പിളായത് റിവ്യൂ ചെയ്യാൻ പറയും. അവരുടെ ജോലി റിവ്യൂ ചെയ്യാൻ പറയും, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ പറയും. റിവ്യൂ ഈസി ആയിട്ട് ഗവൺമെന്റിന് കൊണ്ടുവരാം. ഇതൊക്കെ ഉണ്ടാകാനുള്ള പോസിബിൾ ചാൻസ് തള്ളിക്കളയരുത്. അതായത് ഈ റിഫോംസ് പാർട്ടി, അതായത് ടോമി റോബിൻസൺ എന്ന് പറയുന്ന ഹാർഡ് കോർ റൈറ്റ് വിങ് പൊളിറ്റീഷ്യനാണ്. ഹാർഡ് കോറാണ്. അയാളുടെ കൂടെ ഇത്രയും പേര് വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണ് ഇലോൺ മസ്ക് പറഞ്ഞത്? കുടിയേറ്റക്കാരെ പുറത്താക്കുക. കുടിയേറ്റം എന്നുള്ളതിൻ്റെ അകത്ത് സിറ്റിസൺ എന്നൊന്നും പറയുന്നില്ല. ഇതെല്ലാം കുടിയേറ്റക്കാരാ, അവരെ ഉൾപ്പെടെ പുറത്താക്കാനാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇൻബിറ്റ്വീൻ്റെ ലൈൻ മനസ്സിലായിക്കോണം. വെറുതെ പറഞ്ഞൊന്നുമല്ല. അവർ ഇമിഗ്രൻസിനെ പുറത്താക്കാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് സിറ്റിസണിനെ ബാധിക്കും. നോ, ഇതൊക്കെ റിവ്യൂ ചെയ്യും. അമേരിക്ക റിവ്യൂ ചെയ്തില്ലയോ? ചെയ്യാൻ പോവില്ലേ ഇപ്പോഴേ ഇന്ത്യക്കാർക്കെതിരെ? ഏകദേശം 50 ലക്ഷം പേര് ഇന്ത്യക്കാർക്കെതിരെ റിവ്യൂ ചെയ്യാൻ പോവുക ട്രംപ്. കാരണം ഇന്ത്യക്കാർ വന്നിട്ട് അവരുടെ ജോലി അടിച്ചു മാറ്റുന്നു.
ഇതേപോലെ ഓസ്ട്രേലിയയിൽ റിവ്യൂ ചെയ്യും. അവിടെ ലേബർ പാർട്ടിയാണ് ഓസ്ട്രേലിയ, റൈറ്റ് ലെഫ്റ്റ് വിങ് ആണ് പൊളിറ്റിക്കൽ, പക്ഷെ പ്രഷർ ഭയങ്കരമാണ്. കാരണം ജനാധിപത്യ രാജ്യമാണ്. ഇത് ഫ്രാൻസിലുണ്ടാകും, ഇത് ജർമ്മനിയിലുണ്ടാകും. കാരണം മനസ്സിലാക്കുക, ഗ്ലോബലായിട്ട് റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി സ്ട്രെങ്തൻ ചെയ്യുകയാണ്, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ പാർട്ടികൾ. നിങ്ങളിവിടെ പോയി ക്രിസ്ത്യാനികളുടെ പള്ളി അടയ്ക്കാനും മുസ്ലിങ്ങളുടെ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുമ്പം നീ ഉദ്ദേശിച്ചോ നിനക്ക് തിരിച്ചു കിട്ടത്തില്ലെന്ന്? അത് ഉദ്ദേശിച്ചോ തിരിച്ചു കിട്ടത്തില്ലെന്ന്? തിരിച്ചു കിട്ടും. ഇത് അതൊരു ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സത്യമാണ്. ന്യൂട്ടന്റെ റിയാക്ഷൻ തന്നെ, എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ട്. ഇവിടെ കിട്ടിയിട്ട് അങ്ങോട്ട് പോകും, അവിടെ കിട്ടും. ഇതൊന്നും മറക്കരുത്. ഇതൊക്കെ ഏതാണ്ടൊക്കെ നേടിയെന്നുള്ള അഹങ്കാരമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിന്റെ പാർട്ടാണ് ഇത് മുഴുവനും. ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയും. ഇസ്രായേൽ ഭരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ആണ്. എന്താ അവർ ചെയ്തത്? ലാസ്റ്റ് ഫാർ റൈറ്റ് ആണ്, തീവ്രമായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് അത് അതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ചെയ്തത്? പ്രധാനമായിട്ട് ചെയ്ത സംഭവം അറിയൂ. അതിനകത്ത് ഇനിയും ഗാസ വേണ്ട, പാലസ്തീൻ വേണ്ട. അവിടുത്തെ തീവ്ര ഭരണകക്ഷി അവരുടെ തീരുമാനമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അവർ നടപ്പാക്കും. അവിടെ ഇനിയും പാലസ്തീൻ കാണത്തില്ല, 2 സ്റ്റേറ്റ് കാണത്തില്ല. ഇനി നോക്കുക, ഗ്ലോബലായിട്ട് ഏതൊക്കെ രാജ്യമാണ് ഇസ്രായേലിനെ എതിർത്ത്? ബ്രിട്ടൻ, ഫ്രാൻസ്, അങ്ങനെയുള്ള പല രാജ്യം, ചില രാജ്യങ്ങൾ വിട്ടു. ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തീവ്രമായ വലതുപക്ഷം കയറി വരികയാണ്. ഈ ചാർലി കിർക്കിന്റെ മരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗ്ലോബലായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് പ്രത്യേകിച്ച് വൈറ്റ് വലിയ ഇഷ്യൂ ആക്കിയിട്ടുണ്ട് അവരുടെ അകത്ത്. കാരണം അതേപോലെ ആൾക്കാരെ, കാരണം ബേസിക്കലി ഒരു പ്രീച്ചറാണ് അയാൾ. ആ പ്രീച്ചറെ ഇതേപോലെ കൊല്ലുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്ത്യൻ തോട്ട്സിനെതിരെ, അതായത് ക്രിസ്ത്യാനിറ്റി പറയും അതുമായിട്ട് ഡിബേറ്റിംഗ് നടത്തുന്ന ആളെ കൊല്ലുന്നു. അത് ഭയങ്കര ഇഷ്യൂ ആയത് ഗ്ലോബലായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ. ഇന്ത്യയിലൊന്നും വലിയ ഇഷ്യൂ അല്ലെങ്കിൽ തന്നെ ഗ്ലോബലായിട്ട് വലിയ ഇഷ്യൂ. അതാ ഞാൻ പറഞ്ഞേ, ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ബേസിക്കലി ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ഐഡിയലോഗാണ്. അപ്പൊ അയാളെ ഇതേപോലെ കൊല്ലുക. അതിനുശേഷം ബ്രിട്ടനിൽ നടന്ന ഈ പ്രകടനം, ഇതാണ് ഞാൻ പറഞ്ഞ ഹാർഡ് കോർ റൈറ്റ് വിങ് ക്രിസ്ത്യൻ കൺസർവേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ഇത് ചെറുതും തമാശയൊന്നുമല്ല. ഇന്ത്യക്കാർക്കാണ് ഇത് നിലം തുടച്ചടി കിട്ടും. ഞാൻ അറിയാൻ സാധിക്കുന്നത് ഈ കീറ്റ് സ്റ്റാമർ, കാരണം ബ്രിട്ടീഷ് പത്രങ്ങളൊക്കെ പറയുന്നത് ഒരു 6-7 മാസത്തേക്കുള്ളിൽ കീറ്റ് സ്റ്റാമറിന്റെ ഗവൺമെന്റ് നിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യുന്നു, മറ്റുള്ളവർ മാറുന്നു. അയാൾ നിയമിച്ച അമേരിക്കയുടെ അംബാസഡർ അയാളെ റിമൂവ് ചെയ്യുന്നു. വല്ലാത്ത ക്രൈസിസിലാണ് ആ ഗവൺമെന്റ് പോകുന്നത്. സാമ്പത്തികമായിട്ട് വല്ലാത്ത ഭീതിയിലുമായി. ഇത് മനസ്സിലാക്കുക, സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതേപോലെ റൈറ്റ് വിങ്ങും ഫാർ റൈറ്റ് വിങ്ങും കയറി വരും. ഉണ്ടാവുന്നതാണ് ലോകത്ത് മുഴുവനും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോബലായിട്ട് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ എക്കണോമി വരുമ്പോൾ ഇത് കാരണം എന്തുവാ? ജോലി ഇല്ലാതാവുന്നു. അപ്പം ആരാണ് ജോലി കൊണ്ടുപോകുന്നത്? ഇന്ത്യക്കാർ ജോലി കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ ഇഷ്യൂസിൽ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂസ്. ഇതൊക്കെ തന്നെയാണ്. അതായത് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. നമ്മളെല്ലാം കൂടെ വിറ്റും തൊലച്ചും അവിടെ പോകുന്ന എന്തെങ്കിലും പ്രതീക്ഷയായിട്ട് പോകുന്നത്. പക്ഷെ ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഈ തോന്നലൊന്നുമല്ല. ഈ രാജ്യത്ത് ഇതിനെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതാണ് മേജർ അജണ്ട എന്ന് പറയുന്നത്. ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം, നല്ല യൂണിവേഴ്സിറ്റി കൊണ്ടുവരണം, നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വേണം. നിങ്ങൾക്കറിയോ, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ടാലൻറ്റുകളിൽ ഒരു പ്രൈവറ്റായിട്ട് നടത്തിയൊരു റിസർച്ചിലൊരു
ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞാണ്, അയാൾ റിസർച്ച് ടീമിൻ്റെ ഹെഡായിരുന്നു ടാലൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ത്യയിലെ നല്ല ടാലൻറ്റുകൾ മുഴുവനും പോയി. നിങ്ങൾക്കറിയാം വേറെ സംഭവം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 7000 സീറ്റുകൾ വേക്കൻ്റ്. കാരണം ആൾക്കാരില്ല അപ്ലൈ ചെയ്യാൻ. ആ ഒരു സ്ഥിതിയാണ്. എല്ലാവർക്കും വിദേശത്ത് പോയി പഠിച്ചാൽ മതി. ഈ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് സ്ഥിതി അറിയോ? ഈ ഡൽഹിക്കും ചുറ്റുഭാഗമുള്ള UP-യിലും ഹരിയാനയും ഈ പഞ്ചാബിലും ആ ഭാഗത്തുള്ള ഏകദേശം 40% എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിട്ടു. ഇവിടെ പല മെഡിക്കൽ കോളേജിൽ പോലും ആൾക്കാരെ അങ്ങോട്ട്, അവിടെ പോലും സീറ്റ്, അതായത് MBBS പഠിക്കാൻ പോലും കുട്ടികളെ കിട്ടുന്നില്ല. ഇതാണ് ഇന്ത്യയിലെ സ്ഥിതി. എല്ലാവർക്കും ആർക്കും ഇവിടെ പഠിക്കേണ്ട. ഇതാണ് അർബൻ കൾച്ചറിന്റെ ഭാഗമാണ് വിദേശ ഫോറിൻ സ്റ്റഡീസ്. ഇതെല്ലാം കൂടെ അവിടെ പോയി അവരുടെ ജോലി അടിച്ചു മാറ്റി അവസാനം അവിടുന്ന് എല്ലാം കൂടെ തൂങ്ങിക്കഴിഞ്ഞ് എല്ലാം കൂടെ പാട്ടം ഇടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന ഇവിടുത്തെ സ്ഥിതി എന്താവും? ഞാൻ സിറ്റിസന്റെ കാര്യം മാത്രമല്ല, അവിടെ ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പോയ കക്ഷികൾ ചെറിയ ജോലിയായിട്ട് നിൽക്കുന്നവരൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള ചക്കച്ചോളമല്ലേ ഇവിടെ ഉണ്ടോ? ഇതൊക്കെ ക്ലെയിം അല്ലയോ, ബോസ്റ്റ് ചെയ്യുമല്ലയോ, അടിച്ചു കയറ്റുമല്ലയോ, അതാണ് ഇതാണ് കോടയാണ്. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയും. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാം. ഇന്ത്യയിലെ പല ഭാഗത്തും അൺട്രസ്റ്റ് നടക്കുകയാണ്. ബീഹാറിലെ, UP, ആസാം, എംപ്ലോയ്മെന്റ്, ജോലിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിത് ക്ലബ്ബ് ചെയ്യുമ്പോൾ മനസ്സിലാകും ഗ്ലോബലായിട്ട് ഇഷ്യൂ എന്താണ് UK-യുടെ, അമേരിക്കയുടെ, ഓസ്ട്രേലിയയുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇഷ്യൂ അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് ചുമ്മാ ചലച്ചിട്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവരണം. ലോങ് ടൈം സൊല്യൂഷനാണ് കൊണ്ടുവരണം, ഷോർട്ട് ടൈം അല്ല ആവശ്യം. അപ്പം നമ്മൾ ബേസിക്കലി UK-യുമായി ബന്ധപ്പെട്ട അടി കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക്. എല്ലാവരും മുസ്ലിം വിരോധം, മുസ്ലിങ്ങളെ പുറത്താക്കോ, അതാക്കോ, ഇതൊന്നുമല്ല അൾട്ടിമേറ്റ് നടക്കാൻ പോകുന്നത്. ഇന്ത്യക്കാരെ പുറത്താക്കും. അതെങ്ങനെ ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നു? ഇതിനാണ് ഉത്തരം കൊടുക്കേണ്ടത് ഗവൺമെന്റ്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചൊറിഞ്ഞിട്ട് കാര്യമൊന്നും, അവിടെയുള്ള അറബ് മുസ്ലിങ്ങൾ വന്നതാണ് പ്രശ്നം, അതൊക്കെ അവനത് സെറ്റിൽ ചെയ്യും. അവൻ്റെ ജോലി പോയാൽ അതെങ്ങനെ സെറ്റിൽ ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇഷ്യൂസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇതിനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അതിനെ ബേസ് ചെയ്തിരിക്കും ബാക്കിയുള്ള ഓരോ വിഷയങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്.